ഇ.ഡി. ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന CPM പ്രവർത്തകൻ IP ബിനു ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇനി ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അവർ ഇനി CPMന്റെ ആ ചെങ്കൊടി കൈകൊണ്ട് തൊടില്ല. അവരിനി CPMന് വേണ്ടി ഒരു മുദ്രാവാക്യം വിളിക്കാനും അവർ ഇനി പോകില്ല. കാരണം എല്ലാം പാർട്ടി നോക്കിക്കോളുമെന്നുള്ള സ്ഥിര വാഗ്ദാനം വെറും കള്ളമാണെന്ന് ഇപ്പോൾ IP ബിനു ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് മനസ്സിലായി. കാരണം 40-50 ദിവസമായി അവർ ജയിലിൽ കിടക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോ, എന്തിന് വീണ പോലും, എന്തിന് മുഹമ്മദ് റിയാസ് പോലും ഇപ്പോൾ ജയിലിൽ വന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു മുതിർന്ന നേതാക്കന്മാരാരും ഇപ്പോൾ ജയിലിൽ പോലും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. അടിയുണ്ടാക്കാൻ കൂടെ നിന്ന റഹീമും അതോടൊപ്പം കടകംപള്ളി സുരേന്ദ്രനും പിന്നെ മുൻ MLA VK പ്രശാന്തും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിലും അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കാലുമാറുന്നതാണ് പിന്നെ കണ്ടത്. കാരണം 50 ദിവസത്തിൽ കൂടുതലായി ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാവ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. IP ബിനുവിനാണെങ്കിൽ ഷുഗർ കൂടി കാലൊന്നും അനക്കാൻ വയ്യാതെ തറയിൽ പോലും കാൽ ഊന്നാൻ പറ്റാതെ അതീഹ നിസ്സഹായനായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ തിരുവനന്തപുരം ഏരിയ ഫുള്ളും വിറപ്പിച്ചുകൊണ്ടിരുന്ന ഗുണ്ട IP ബിനു ഇപ്പോൾ സാധാരണ ഒരു പൂച്ചക്കുട്ടിയെ പോലെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം എന്നൊരു നിലയിലാണ് IP ബിനു ഇപ്പോൾ. വീണയ്ക്ക് വേണ്ടിയാണ് ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയതും അവരാക്രമിച്ചതും. MV ഗോവിന്ദനോട് പരാതി പറയുകയാണ് CPMലെ നേതാക്കൾ. ഒരർത്ഥത്തിൽ പാർട്ടി അവരെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അത് പാർട്ടിയുടെ ഒരു സ്ഥിരം മുഖമുദ്രയാണ്, എന്തിനേയും തള്ളിപ്പറയുക അല്ലെങ്കിൽ വെട്ടിവീഴ്ത്തുക. ജയിലിലുള്ള CPM അണികളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വന്നു കാണുമെന്ന് പ്രവർത്തകർ കരുതിയെങ്കിലും ഒന്നും ഉണ്ടായില്ല. കാരണം CPMനൊക്കെ ഈ നേതാക്കന്മാര് അല്ലെങ്കിൽ ഈ പ്രവർത്തകരൊക്കെ വെറും ഒരു ഗുണ്ടകളാണ്. ആരെങ്കിലും അടിക്കാനോ വെട്ടാനോ കുത്താനോ പറഞ്ഞാൽ ചെന്ന് ജോലി ചെയ്യുന്ന ചില കൊട്ടേഷൻ സംഘങ്ങളാണ്. അതുകൊണ്ടും ഇവരെയൊന്നും ഇവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ടിക്ക് ഒരു ചുക്കുമില്ല എന്നുള്ള നിലയിലാണ് ഗോവിന്ദനും പിണറായിയും ഒക്കെ. ജയിലിൽ കിടക്കുന്ന പ്രവർത്തകരുടെ കുടുംബവും കടുത്ത അതിർത്തിയിലാണ്. പിണറായിയുടെ മക്കൾക്കെതിരായ റെയ്ഡ് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആരോപിച്ചായിരുന്നു EDക്കെതിരെ ആക്രമണം. സാധാരണ പാർട്ടി കുടുംബങ്ങളിൽ ഉള്ളവർ ജയിലിലായിട്ടും പിണറായി കാണാനെത്താത്തത് പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പിണറായിയെ എങ്ങനെയെങ്കിലും പിടിച്ച് വീട്ടിലിരുത്തി എല്ലാ പദവിയും ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഒരാൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും 24 പേർ 50 ദിവസമായിട്ട് ജയിലിലാണ്. ED കൂടി കേസിൽ കക്ഷി ചേരുന്നതിനാൽ ഇനി ജാമ്യം എപ്പോൾ കിട്ടുമെന്ന കാര്യത്തിൽ അഭിഭാഷകർക്കും ഒരു വ്യക്തതയില്ല. ED ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ED തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനിടെയാണ് പിണറായി വിജയന്റെ സമീപനം പാർട്ടി അണികൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നത്. മക്കൾക്കെതിരായ അന്വേഷണത്തെ എതിർത്ത് EDയെ ആക്രമിച്ച സാധാരണ പാർട്ടി പ്രവർത്തകരെ ജയിലിലെത്തി ഒരു തവണ പോലും കാണാൻ പിണറായി തയ്യാറായിട്ടില്ല. ജയിലിലുള്ള പാർട്ടി അണികളുടെ കുടുംബത്തിൽ കടുത്ത അതിർത്തിയാണ്. പാർട്ടിയിലെ ജില്ലാ നേതാക്കളോട് പാർട്ടി കുടുംബങ്ങളിൽ ഉള്ളവർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KK ശൈലജ, ജയരാജൻ, M സ്വരാജ് എന്നിവരാണ് ജയിലിലെത്തി സന്ദർശനം നടത്തിയത്. എന്നിട്ടും എന്തുകൊണ്ട് പിണറായി എത്താത്തത് എന്ന് പാർട്ടി കുടുംബങ്ങളിൽ ഉള്ളവർ പോലും ചോദിക്കുന്നു. കടുത്ത അതിർത്തിയിലുമാണ്. ഭരണം മാറിയത് കാരണം ജയിലിൽ മറ്റ് തടവ് പുള്ളികളോട് കാണിക്കുന്ന സമീപനമാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇവരോടൊപ്പമുള്ളത്. ഒരു ദയോ ദാക്ഷിണ്യമോ ഒന്നും ജയിൽ അധികൃതർ ഇപ്പോൾ CPM നേതാക്കളോട് കാണിക്കുന്നില്ല. പണ്ടൊക്കെ കയ്യിൽ വിലങ്ങിടാതെയാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണം മാറിയതോടെ കയ്യിൽ വിലങ്ങുവിട്ട് പിടിച്ചു തള്ളി കോളറെ പിടിച്ച് കയറ്റിയിട്ടാണ് ജയിൽ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. കാരണം 10 വർഷം അങ്ങനെയാണ് ഈ CPMലെ നേതാക്കന്മാരെല്ലാം കൂടെ ജയിൽ ഉദ്യോഗസ്ഥരെ നല്ല രീതിയിൽ നോക്കിയത്. തലസ്ഥാനത്തെ രാജാവായി വിലസിയ IP ബിനു ഇപ്പോൾ രോഗബാധിതനാണ്. ജയിലിൽ ആരോടും ഒന്നും സംസാരിക്കാറില്ല. ഇവരെല്ലാം രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചവരാണ്. എന്തായാലും ഒരു പുനർചിന്തന എല്ലാവർക്കും നല്ലതാണ്. ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് IP ബിനുവിന്റെ കാര്യത്തിൽ EDക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി തോന്നി അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി തോന്നി ED IP ബിനുവിനെ ജാമ്യത്തിൽ വിട്ടാൽ ഇനി വെറുതെ കൊടിയും പിടിച്ച് നടക്കാൻ പോകരുത്. കാരണം നിങ്ങൾ കൊടി പിടിച്ച് നടന്നാലും CPMന് ഒന്നുമില്ല. അവർക്ക് ആവശ്യം ഒരു രക്തസാക്ഷി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വേണം. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് വേണം. അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ CPMൽ ഏതൊക്കെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാർ ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.